പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി. ഇതിലേക്കുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വെച്ചാൽ ഒരു ഉപയോഗവും ഇല്ല ഇതുകൊണ്ട്. ഗൈസ്, ഐ ആം ആക്ച്വലി സീയിങ് ഗുഡ് റിസൾട്ട്. ടാൻ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സോപ്പ് ആരും മേടിക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ജെക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ, അതായത് പരസ്യത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ആഡിൻ്റെ കമ്പനിയുടെ നമ്മൾ പൈസ വാങ്ങിയിട്ട് പരസ്യം ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ച് നോക്കേണ്ടത് ചുമതല നമുക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചിട്ടാണ് പലരും അത് വാങ്ങി തേക്കുന്നതും അത് വാങ്ങി ഉപയോഗിക്കുന്നതും അത്രയും ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നതും. ഇപ്പോൾ സിനിമയുടെ റിവ്യൂ പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളും. സിനിമയുടെ റിവ്യൂ പറയുന്നത് സിനിമ കണ്ടതിന് ശേഷമാണ്. ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചവരുടെ അടുത്ത് സംസാരിച്ച് അതിൻ്റെ ഡീറ്റെയിൽ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറും കാശിന് വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയായി മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ പ്രോഡക്റ്റ് കൊള്ളാത്ത പ്രോഡക്റ്റ് ആണോ വാട്ടെവർ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ, ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളെ വിശ്വസിക്കുന്ന ജനങ്ങളെ നമ്മൾ പറ്റിക്കാൻ പാടില്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കുറച്ച് ആൾക്കാർ സോപ്പിൻ്റെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗർ എന്ന് പറഞ്ഞ സോപ്പിനെ പറ്റിയിട്ട്. വിശദമായി നോക്കാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഒരുപാട് പേര് ഈ ഒരു സോപ്പിന് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഉപ്പുമുളകിലെ ലച്ചു, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്ന ജാസ്മിൻ ജാഫർ, റംസാൻ, അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്ന അമലാപ്പോള്. നമുക്ക് ആദ്യം ജാസ്മിൻ ജാഫറിലോട്ട് വരാം. ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ട. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഈ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഉപയോഗിച്ചപ്പോൾ ആൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഫോട്ടോസ് കാണിക്കുന്നത് എന്തിൻ്റെ ഫോട്ടോസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് കറുത്തട്ടിരിക്കുന്ന ഒരു കൈയാണ് കാണിക്കുന്നതെങ്കിൽ അത് ലൈറ്റ് കുറച്ച് അതുപോലത്തെ ഫിൽറ്ററുകൾ ഇപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ ആ ഫിൽറ്റർ എടുത്ത് അടിച്ച് അന്ന് കറുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്കും. പിന്നത്തെ ഫോട്ടോ എടുക്കുന്നത് ഒരുപാട് ബ്രൈറ്റ്നെസ് ഒക്കെ ഇട്ട് അത് ആ മാതിരിയുള്ള ഫിൽറ്റർ അടിച്ച് കയറ്റിയിട്ടായിരിക്കും അടുത്ത ഫോട്ടോ വരിക. സോ നിങ്ങൾ ഇതിൽ വീഴാതിരിക്കുക. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, എങ്ങനെയാണ് ഈ ടാൻ ഉണ്ടാകുന്നത്? ഈ ടാൻ അല്ലെങ്കിൽ മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അതായത് സാധാരണയായിട്ട് നമ്മൾ സൂര്യപ്രകാശം കൂടുതലായിട്ട് തട്ടുന്നത് അതൊരു കാരണമാണ്. പിന്നെ പിമ്പിൾസ്, പിന്നെ അതിൻ്റെ മുറിവുകൾ മാറിയ ശേഷം വരുന്ന കറുത്ത പാടുകൾ ഉണ്ടാവും. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ആ പീരീഡ്സിലും ആ സമയത്തൊക്കെ ഈ പൈൽസിൻ്റെ സംഭവമുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ വരാം. പിന്നെ മെലാസ്മ, അതുപോലെ തന്നെ ചില ക്രീം സോപ്പുകൾ അത് അലർജി വരുത്തി വയ്ക്കും, അങ്ങനെയും വരാം. പിന്നെ ജന്മന അല്ലെങ്കിൽ വയസ്സാവുമ്പോൾ വരുന്ന പിഗ്മെൻറ്റേഷൻ. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീം തേക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ മുഖം കഠിനമായിട്ട് സ്ക്രബ് ചെയ്യാതിരിക്കുക. പ്രധാനമായിട്ടും ഈ ടാൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ഇപ്പം ഞാൻ ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം ടാൻ ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൾട്രാ വയലറ്റ് റേസ് ചർമ്മത്തിൽ തട്ടുമ്പോൾ ശരീരം സ്കിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മെലാനിൻ എന്ന നിറം നൽകുന്ന പിഗ്മെൻറ്റ് കൂടുതലായിട്ട് നിർമ്മിക്കും. അതുകൊണ്ട് തന്നെ മുഖം നമ്മളെ മുമ്പത്തേക്കാളും ഇരുണ്ടതായിട്ടോ അല്ലെങ്കിൽ ഒരു അൺവീൻ ഷെയ്ഡ് അത് അങ്ങനെയും തോന്നാം. അതായത് മുഖം, നെറ്റി, മൂക്ക്, കവിളുകൾ, അപ്പോൾ ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് നേരിട്ടിട്ട് വെളിച്ചം കിട്ടാനുള്ള ഒരു സാധ്യതയാണ്, നേരിട്ടിട്ട് അടിക്കും. അപ്പോൾ ഇത് കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുന്നതിന് ഒരു 15-20 മിനിറ്റ് മുമ്പ് SPF 30 അല്ലെങ്കിൽ ഒരു 15 അൺസ്ക്രീനോ ഒക്കെ ഉപയോഗിക്കുക. എന്നിട്ട് 2-3 മണിക്കൂറിന് ശേഷം വീണ്ടും അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് പുറത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഇപ്പം നല്ല വെയിലത്തേക്കാണ് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട, തൊപ്പി, ഇങ്ങനെ മാസ്ക്, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഈ ലൈം ജ്യൂസ് എന്നൊക്കെ പറയില്ലേ, ഈ ലെമൺ
നാരങ്ങയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഒഴിവാക്കുക. അത് സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വെയിലിൻ്റെ ഒരു ഇതുകൊണ്ട്. അപ്പോൾ നമുക്ക് ജാസ്മിൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയും പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് മാരക റിസൾട്ട് കിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് 7 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് ഉണ്ടാവുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. ആ സമയത്തുണ്ടാവുന്ന ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു തിളക്കം, അതൊരു നമ്മളിപ്പോൾ വിരലിലൊരു 10 അല്ലെങ്കിൽ ഒരു 15 വരെ എണ്ണുമ്പോഴേക്കും ആ സാധനം അങ്ങോട്ട് പോകും. വെച്ചിട്ട് മുഖത്തോട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ വാവ് തോന്നും. അത് മുമ്പ് ഈ ലൈഫ് ബോയ് സോപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു മുഖത്തെ പിമ്പിൾസ് കളയാൻ വേണ്ടിയിട്ട്. സംഭവം അത് ബോഡി സോപ്പ് മൊത്തത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. ആ ബ്രൈറ്റ്നെസ് കുറച്ച് സമയത്തേക്കാണ് നമുക്ക് ആ സംഭവം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പോവും, പിന്നെയും പഴയ പോലെ തന്നെയായിരിക്കും. ഇതും അതുപോലൊക്കെ തന്നെയാണെന്നാണ് ഇത് ഉപയോഗിച്ചവർ പറയുന്നത്. ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇത് ഉപയോഗിച്ചവർ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരാം. അത് ഇവർ ഉപയോഗിക്കാത്തവരാണ് ഇമാതിരി സംഭവങ്ങൾ പടച്ചുവിടുന്നത്. നമുക്ക് ഭാഗ്യം കൂടി കേൾക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇനിയിപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ കൂടെ ആവട്ടെ. ഇവൾ ഈ പറയുന്നത് പച്ച നുണയാണ്. ഇത് റിവ്യൂസ് കണ്ടു എന്ന് പറയാനായിട്ട് എവിടെ കണ്ട ഇവളെ പോലെയുള്ള ആൾക്കാർ, ഇപ്പോൾ ജാസ്മിനെ പോലെ തന്നെ ഇപ്പോൾ അമല പോൾ, റംസാൻ, അവരൊക്കെ പറയുന്നുണ്ടാവും പരസ്യത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ എവിടെയും ഇത് നല്ല രീതിയിൽ വർക്കായി എന്നുള്ള ഒരു എന്നിട്ട് പറയുക തെളിവ് സഹിതം കാണിച്ചു തരാൻ ആരും തയ്യാറായിട്ട് ഒരു പബ്ലിക്, അതായത് ഇപ്പോൾ കോമൺ ജനങ്ങളിൽ ഒരാൾ വന്നിട്ട് സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ കുറേ വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വരാം. അതിന് മുമ്പായിട്ട് ഇവൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാം. ടാനിങ് റിമൂവ് ചെയ്യാൻ സ്കിൻ എക്സ്ഫോലിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സോപ്പ് സ്കിന്നെ ഡാമേജ് ചെയ്യാതെ വളരെ ജെന്റിലായി ചെയ്യും. അപ്പോൾ സ്കിന്ന് ഡാമേജ് ആവില്ല എന്നാണ് പറയുന്നത്. സ്കിന്നിന് ഡാമേജ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ സോപ്പിൽ PhD എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എന്താ പറയുക അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഈ മാതിരിയുള്ള സാധനങ്ങളൊക്കെ തേക്കാനായിട്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് ഇമാതിരി അപരാധം പച്ച നുണ പറയുന്ന സെലിബ്രിറ്റികളെ തീരെ വിശ്വസിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ഒപ്പീനിയൻ. അവരൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടല്ല നമ്മളടുത്ത് പറയുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ഡുവൽ ടെക്സ്ചർ ആട്ടോ വരുന്നത്. ഇതിന്റെ റഫ് സൈഡ് നമ്മുടെ ടാൻ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ജെന്റിലായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ സോഫ്റ്റ് സൈഡ് അത് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നറിഷ് ചെയ്ത് സോഫ്റ്റ് ആക്കി ഫ്രഷ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കും. പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാൻഡൽവുഡ്, സാഫ്രോൺ, കോക്കനട്ട് ഓയിൽ, ഗോട്ട് മിൽക്ക് തുടങ്ങിയവയാണ് ഈ മാജിക് സോപ്പിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫ്രാഗ്രൻസ് സൂപ്പർ റിഫ്രഷിംഗ് ആണ്. ഇത് യൂസ് ചെയ്താൽ പിന്നെ പെർഫ്യൂം പോലും വേണ്ടി വരില്ല കേട്ടോ. ഇനിയിപ്പോ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും വന്നില്ല എന്ന് ആരും പരാതി പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മാജിക് പോലെ റിസൾട്ട് വരും. ഇനിയിപ്പോൾ പെർഫ്യൂം മേടിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ മണപ്പിച്ചുകൊണ്ട് നടക്കാം. അതുപോലെ നമ്മുടെ മേത്തൊക്കെ നല്ല രീതിയിൽ മണം ഉണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം, ബാക്കിയും കൂടി ആകാം. എനിക്ക് വന്ന പോലെ ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ച് സ്റ്റബോൺ ആയിട്ടുള്ള ടാനിങ് ഉള്ളെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 20-25 ഡേയ്സ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടിപൊളി വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ചാനൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. അയ്യോ വേണ്ട, പൈസ വാങ്ങിയിട്ട് ഇമാതിരി കാണാൻ പടം പിടിച്ച ഡയലോഗുകൾ പറയാനാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റും ഇതിൻ്റെ പേര് അഭിനയം എന്നാണ്. ഇത് ഒരിക്കലും ഒറിജിനൽ അല്ല, ഇത് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ ആഡിന് വേണ്ടിയിട്ട് അവർ അഭിനയിക്കുന്നു. സോ നമ്മളതിൽ വീഴാതിരിക്കുക. അപ്പോൾ മുമ്പ് ഈ റിയ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സോപ്പ് ഉണ്ടായിരുന്നല്ലോ, ചന്ദ്രിക. അപ്പോൾ ചന്ദ്രികയുടെ കൂത്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ റിയ എവിടെ പോയി റിയയുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ വിട്ട് ഇപ്പോൾ ആള് സ്വന്തമായിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം ഈ മാജിക് സോപ്പിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സോപ്പിൻ്റെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ സയൻസൊക്കെ അതായത് ഇപ്പോഴത്തെ പ്രൊഡക്റ്റിൽ ഇറക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ക്യാപ്ചർ ചെയ്യാൻ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് ആയുർവേദമാണ്, ഒന്ന് പ്രകൃതിയാണ്, ഒന്ന് നാടനാണ്. അപ്പോൾ ഇമാതിരിയുള്ള തള്ള് ആദ്യമേ തന്നെ തള്ളി വയ്ക്കും. ബാക്കിയും കൂടി കേൾക്കാം നമുക്ക്. ഗൈസ് ഐ ആം ആക്ച്വലി സീയിങ് ഗുഡ് റിസൾട്ട്. ടാൻ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കി നോക്ക്, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ പിക്ചറിൽ വേറെ ഫിൽറ്ററും രണ്ടാമത്തെ പിക്ചറിൽ വേറെ ഫിൽറ്ററുമാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആദ്യത്തെ പിക്ചറിനകത്ത് ബ്രൈറ്റ് കുറവാണ്, രണ്ടാമത്തെ പിക്ചറിൽ അമ്മാതിരി വെളുപ്പിച്ചടിച്ച് വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ. ഓക്കെ, നമുക്ക് മനസ്സിലാവില്ലേ അത്? ബാക്കിയും കൂടി പറ. ഇത് 2 ടെക്സ്ചർ ആണ് 2 സൈഡിലും.
like you can see this side is a bit rough, so അത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ആൻഡ് ഈ വശം it is smooth, so ഇത് മോയ്സ്ചറൈസ് ചെയ്യും. ബൈ ദ വേ, നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കാനിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂം വാങ്ങിക്കേണ്ട കാര്യമില്ല, കാരണം ഈ സോപ്പിന്റെ ഫ്രേഗ്രൻസ് അടിപൊളിയാണ്. ഇത് ഒരു ഭാഗം റഫും ഒരു ഭാഗം സ്മൂത്തും ആണ്. അപ്പോൾ ഈ റഫായിട്ടുള്ള ഭാഗം ഇട്ടിട്ട് ഉരച്ചൊരച്ച് അത് കളയുക. അത് കഴിഞ്ഞിട്ട് സ്മൂത്തായിട്ടുള്ള സംഭവം ഇട്ടിട്ട് അതിങ്ങനെ സ്മൂത്താക്കുക. ഈ മരത്തിൻ്റെ ചിന്തൂരല്ലേ, ആദ്യം റഫ് ഇട്ടിട്ട് അടിക്കും, അത് കഴിഞ്ഞിട്ട് അത് സ്മൂത്താവാൻ വേണ്ടിയിട്ട് വേറെ അടിക്കും, പിന്നെ പോളിഷ് ചെയ്യുക. അങ്ങനെയാണ് സംഭവങ്ങൾ. അതേപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. പണ്ടത്തെ കാലത്ത് ചകിരിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതിലും നന്നായിട്ട് പോകുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് രക്തചന്ദനം, കുങ്കുമപ്പൂവ്, ആട്ടുംപാല്, പിന്നെ നല്ല വെളിച്ചെണ്ണ, ഓൾ ഓർഗാനിക് പ്രീമിയം ഇൻഗ്രീഡിയൻസ് ദാറ്റ് മേക്സ് ദ സോപ്പ് സ്മെൽസ് ഡിവൈൻ. ആട്ടുംപാല്, കുങ്കുമപ്പൂവ്, ഇതൊക്കെ വെറുതെ തിന്നാൻ പോരെ. ഇമ്മാതിരി സോപ്പിൽ അരച്ച് കലക്കിയിട്ട് മേത്തിട്ടിട്ട് ഉരക്കുകയാണ്. ഓക്കെ, ഈ ആട്ടുംപാല് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അത് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് തീരെ ഒരു അതിൻ്റെ സ്മെല്ല് പിടിക്കാത്തൊരു ആളാണ് ഞാൻ. സോ അപ്പോൾ ആ ഒരു സ്മെല്ലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതിനകത്ത് ആട്ടുംപാലാണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണം വെച്ചിട്ടാണ് മണപ്പിക്കുന്നത്. അപ്പോൾ ഇനി പെർഫ്യൂം മേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഗർ സോപ്പ് ഉണ്ട്, ടാൻ റിമൂവ് ആക്കും, നല്ല പെർഫ്യൂമാണ്, പിന്നെ ആട്ടുംപാലുണ്ട്, കുങ്കുമപ്പൂവുണ്ട്, അമ്മാതിരിയുള്ള എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള, എന്നിട്ട് ആയുർവേദിക്കാണ്, സയൻസാണ്, മറ്റേതാണ് മറിച്ചാണ്, എല്ലാം കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക. പണ്ട് ഈ 7 സാമുറായി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, 7 എണ്ണം ഒരുമിച്ചിട്ട്, അതായത് 7 ലോകാത്ഭുതങ്ങൾ പോലെ തന്നെയാണ്. അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു പാത്രം വരും. അപ്പം അതേ കണക്കാണ് ഇപ്പോൾ ഇത്, എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് കൂട്ടിയിണക്കിയിട്ട് ഒരു സാധനം. അപ്പം നമ്മുടെ ചർമ്മം കാത്ത് സൂക്ഷിക്കും ഗർ. ബാക്കി നോക്കാം. ഗർ സോപ്പിന്റെ ഈ മാജിക് സോപ്പ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് ഐ ആം ജസ്റ്റ് സ്റ്റോക്കിംഗ് ഇറ്റ് ഔട്ട് ഫോർ മൈ ഫേവറേറ്റ് പീപ്പിൾ. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് പരസ്യമാണെന്ന്, അതൊരു അഭിനയമാണെന്നുള്ളത്. ഇവന്മാരൊക്കെ സിനിമയിൽ അഭിനയിക്കണ പോലെയല്ല, ആഡിൽ അഭിനയിക്കുമ്പോൾ അമ്മാതിരി തകർത്ത് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഉപയോഗിച്ച് അത്രയും റിസൾട്ട് അടിച്ച പോലെയാണ് ഈ ജനങ്ങൾക്ക് അടിച്ച് കയറ്റി വിടുന്നത്. എന്താണല്ലേ. നമുക്കിനി അടുത്തത് ഈ റംസാൻ ഉണ്ടല്ലോ, നമ്മളെ ബിഗ് ബോസിൻ്റെ ആള് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ബോഡിയിലെ ഫുൾ ടാൻ വെറും 7 ദിവസം കൊണ്ട് റിമൂവ് ചെയ്യുന്ന ഗറിന്റെ ആയുർവേദിക് സോപ്പാണിത്. അവിടെ അതെ, 7 ദിവസം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടാനൊക്കെ റിമൂവായി പോകും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇഷ്ടം പോലെ സൂര്യപ്രകാശം കൊള്ളാം, നമുക്ക് സൂര്യനെ പേടിക്കാതെ നമുക്ക് പുറത്തിറങ്ങാം, എന്തുണ്ടെങ്കിലും നമുക്ക് ഗറുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി ആകാം. ഇക്കാലത്ത് 200 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഗറിന്റെ സോപ്പ് നിങ്ങൾക്ക് കിട്ടും. അതും നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവാൻ സഹായിക്കുന്ന സാൻഡൽവുഡ്, സാഫ്രോൺ, ഗോട്ട് മിൽക്ക് എന്നിവയുള്ള മാജിക്കൽ സോപ്പ്. പിന്നെ ഇതിന്റെ സ്മെൽ, ഇതുപയോഗിച്ചാൽ വേറെ പെർഫ്യൂംസിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്താണല്ലേ, അവിടെ അതെ, പെർഫ്യൂമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ പ്രൊഡ്യൂസറെ ഒരേ സ്ക്രിപ്റ്റ് എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതേ സംഭവം തന്നെ എല്ലാവരും മാറി 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 പറയാം. ഇങ്ങനൊരു സോപ്പ് ഞാൻ ആദ്യമായിട്ട് കാണാം. 2 ഡിഫറെന്റ് സൈഡ്സ് ഉള്ളത്. ദി റഫ് സൈഡ് ടു എക്സലൈറ്റ് യുവർ സ്കിൻ ആൻഡ് ദ സോഫ്റ്റ് സൈഡ് ടു മോയ്സ്ചറൈസ് യുവർ സ്കിൻ. എന്താ നോക്കിയിരിക്കുന്നത്? ഞാൻ ഓൾറെഡി 2 ഓർഡർ ചെയ്തു. നിങ്ങൾ പോയി മേടിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ഫോണും കൈ പിടിച്ചിട്ട് പറയാം ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ എവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്? ഈ ടാനിങ് റിമൂവ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്കിൻ എക്സ്ഫോളിയേഷൻ. ആൻഡ് ഈ സോപ്പിന്റെ ടെക്സ്ചർ അതിന് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് റഫ് സൈഡ്. ഇത് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാൻ ലെയർ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് സ്മൂത്ത് സൈഡ്. ഇത് സ്കിൻ നറിഷ് ചെയ്യാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സോപ്പിൽ യൂസ് ചെയ്തേക്കുന്നത് ഭയങ്കര പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, ലൈക്ക് സാഫ്രൻ, സാൻഡൽവുഡ്, ഗോട്ട് മിൽക്ക് ആൻഡ് കോക്കനട്ട് ഓയിൽ. ഗൈസ്, ഈ സോപ്പിന്റെ ഫ്രാഗ്രൻസ് എന്റെ അമ്മയെ സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. ടു ബി ഹോണസ്റ്റ്, പെർഫ്യൂം പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് 1 വീക്ക് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ ക്ലിയർലി സീ ദ റിസൾട്ട്സ്. ഈ സോപ്പിന്റെ ടെക്സ്ചർ എസ്പെഷ്യലി എക്സ്ഫോളിയേഷന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. നിങ്ങൾക്കും സ്റ്റബേൺ ആയിട്ടുള്ള ടാൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സോപ്പ് 20 to 25 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ ആൻഡ് സീ ദ മാജിക്. ഇവർക്കൊക്കെ 7 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഒരു 20-25 ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ബിസിനസ്. ബാക്കി ഞാൻ പറയണ്ടല്ലോ.
അപ്പോൾ കണ്ടില്ലേ, എല്ലാ പ്രൊമോഷൻ വീഡിയോകൾക്കും ഒരേ സ്ക്രിപ്റ്റ്, ഒരേ ടോൺ, ഒരേ വീഡിയോ, ഒരേപോലത്തെ വീഡിയോ, എല്ലാം സ്ക്രിപ്റ്റഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വീഴാതിരിക്കുക. ഇപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് കമൻറ്റ്സ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറയാതിരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഉപയോഗിച്ചവരുടെ ഒരു റിവ്യൂ ഉണ്ട്, അതൊന്നും നമുക്ക് കാണാം. അപ്പൊ ഖാറിന്റെ സോപ്പ് ഉപയോഗിച്ച് ഈ ഒരു പരിവായിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ട് എന്ത് പോസിറ്റീവ് ഉണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സോപ്പ് ഉപയോഗിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ എല്ലാവരും പറ്റിക്കാനുള്ള ഒരു കഴിവ് ഈ സോപ്പിനുണ്ട് സത്യമായിട്ടും. കാരണം ഇത് ഉപയോഗിക്കുന്ന ടൈമില്ലേ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കയ്യിൽ മാത്രം തേച്ച് ഒരു കയ്യിൽ തേച്ചില്ല, എന്നിട്ട് ഇതൊന്ന് കഴുകി കളയുമ്പോൾ ഒരു റിസൾട്ട് കാണണം ഗൈസ്. നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ്, ആ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓഫ് ഇത് ടാനൊക്കെ അങ്ങ് മാറ്റും, ഫുള്ള് സെറ്റ് ആവുമെന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ അവിടെയാണ് നമ്മൾ എല്ലാവരും പറ്റിക്കപ്പെടുന്നത്. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വെറും കുറച്ച് മിനിറ്റ്സിലേക്ക് നമ്മളൊന്ന് കുളിച്ചിറങ്ങുന്ന ആ ഒരു ടൈമിലേക്കുള്ള അതാണ് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. അതിപ്പോൾ അവൻ കാണിച്ച പോലെ തന്നെ കയ്യിലിട്ട് ഉരച്ചാലും മുഖത്തിട്ട് ഉരച്ചാലും ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. പക്ഷെ അതൊരു എന്താ പറയുക, നിമിഷ നേരം കൊണ്ട് ആ സംഭവം ഇല്ലാതാവും. അപ്പോൾ നമ്മളിത് കഴുകി കഴിഞ്ഞ വഴിക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് തോന്നും. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇതിലേക്കുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒഴിച്ചാൽ ഒരു ഉപയോഗവും ഇല്ല. ഇതുകൊണ്ട് ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗവും ഇല്ല. ടാൻ മാറുന്നതിൽ PhD എടുത്ത സോപ്പാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞ ഇവന്മാരോടൊക്കെ നമ്മൾ ഈ സാധനം മേടിച്ച് പൈസ തിരിച്ച് വാങ്ങാൻ വേണ്ട ഗൈസ്. ഉള്ളത് പറയാലോ, നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമല്ല, ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ പറയണമെന്ന് വിചാരിച്ചു തന്നെ ചെയ്തത്. പക്ഷേ എങ്കിലും ഒന്നും പറയാനില്ല, ഒരു ഉപയോഗം ഇല്ലാത്ത സോപ്പാണ്. ഹലോ, അപ്പോൾ ടാൻ റിമൂവ് ആവാനായിട്ടുള്ള ഒരു റെമഡി ടോപ്പിക് നടക്കുകയാണ് നിങ്ങൾ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടത്. ഇത് നമ്മളുടെ സ്വന്തം ഗർസോ, അതായത് നമ്മുടെ സ്വന്തം ആൾക്കാർ വരട്ടെ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് 170 rupees കൊടുത്തിട്ട് എനിക്ക് ബോഡി ഫുള്ള് ഞങ്ങൾ പുറത്തൊക്കെ പോയി ടാനൊക്കെ അടിച്ച് ഭയങ്കര വെയിലാണോ, ടാനൊക്കെ അടിച്ച് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചൊരു സാധനമാണ്. ഒരുപാട് വീഡിയോസിൽ ടാൻ റിമൂവ് ആയി, സ്കിൻ ബ്രൈറ്റനായി, ഫേസ് ബ്രൈറ്റനായി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അണ്ടർ ഡാർക്ക്നെസ് വരെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചിട്ട് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിന് ഞാൻ മേടിച്ചത് 170 ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇതിൽ കൊടുത്തെങ്കിൽ 220 ആണ് കേട്ടോ. 220 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് സോപ്പ് ഉണ്ടാവുക. സോപ്പ് ഇപ്പം ഇതിലില്ല. മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഭയങ്കര പൈസയാണ് കേട്ടോ ഈ ഒരു സോപ്പിന്. ഇമാതിരി പൈസ കൊടുത്തിട്ട് ഈ സാധനം തേച്ചിട്ട് ഒരു റിസൾട്ടും ഇല്ലാതെ. അപ്പം അത് അവരുടെ പ്രോഡക്റ്റ്, ഓരോരുത്തരും ഓരോ പ്രോഡക്റ്റുകൾ ഇറക്കുന്നു. പലതരം പ്രോഡക്റ്റുകൾ ഈ നമ്മുടെ രാജ്യത്ത് വിപണിയിലുണ്ട്. സോ അത് അവരെ ബിസിനസ്സുകാർ ഇറക്കുന്ന പ്രോഡക്റ്റുകൾ. പക്ഷേ ഈ ജനങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതങ്ങോട്ട് കാണിച്ചിട്ട് ഇത് ഞാൻ തേച്ചു 7 ദിവസം, അടിപൊളി റിസൾട്ടാണ്, എൻ്റെ കൈയും കാലും എല്ലാം ടാൻ മാറി, നല്ല പെർഫ്യൂമാണ്, പുറത്ത് പോകുമ്പോൾ നല്ല മണമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാട്ടപരാധങ്ങളൊക്കെ പടച്ചു വിടുമ്പോൾ അത് സിനിമയിലായിക്കോ പ്രശ്നമില്ല, അതുപോലെ എന്നിട്ട് പറയുക സീരിയലിൽ റീൽസിൽ ഒക്കെ ആവാം. പക്ഷേ ഈ ആഡിൽ ഇമാതിരി തോന്നിവാസം പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് നടപടിയാവില്ല. ഞാൻ സോപ്പ് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടോ, ഏകദേശം ഇത്രേ ഉള്ളൂ. ഇത്ര കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല കട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വേഗം അലിഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ സ്ക്രബായിട്ടാണുള്ളത്, തരി ഒരു ഭാഗം ഇത്രയാക്കി ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട്. ആൻഡ് ഇത് ഞാൻ 12 ദിവസം ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് റിവ്യൂ തരുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സോപ്പ് ആരും മേടിക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ മേടിച്ചിട്ട് 12 ദിവസം ഉപയോഗിച്ചിട്ട് എൻ്റെ ടാൻ ഒരു പൊട്ടിക്ക് പോലും കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഇത്രയും കട്ടിയുള്ള സോപ്പാണ്. ഞാൻ ഇപ്പോൾ ഇത്രത്തോളം ഉപയോഗിച്ചു, എന്നിട്ടാണ് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ തരുന്നത്. ഒറിജിനലാണ്, ഞാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് അവരുടെ. പക്ഷേ ഒരിക്കലും ആരും ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് പൈസ കളയണ്ട. ബിക്കോസ് ഇതിന് എന്തായാലും അവരുടെ റിവ്യൂ പറഞ്ഞു. ഓക്കെ. അപ്പം നിങ്ങൾ ഇമാതിരിയുള്ള ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഈ സോപ്പ് ഉപയോഗിച്ചവരുടെ ഇപ്പം നേരിട്ട് വന്നിട്ട് പറയാൻ മടിയുള്ള ഒരു കമൻ്റായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു കമൻസും കൂടിയിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1 ഉഡായിപ്പ്, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, ഉഡായിപ്പാണ്. നോക്കട്ടെ. ഫേക്ക് പ്രൊഡക്റ്റ്, നോ റിസൾട്ട്, ഐ യൂസ്ഡ് ഫോർ ദിസ് 3 months. ഒരു റിസൾട്ടും ഇല്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ ഫേക്ക് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ. ഞാൻ 1 വർഷം മുമ്പ് ഉപയോഗിച്ചതാണ്. ഡ്രൈ ആക്കും കൈ. അലക്ക് സോപ്പ് ഇതിലും ഭേദമാണ്. എൻ്റെ അറിവിലുള്ള ആരോടും 200 രൂപയ്ക്ക് ഈ പൊട്ട സോപ്പ് വാങ്ങാൻ ഞാൻ പറയില്ല. ഐ യൂസ്ഡ് ദ സെയിം വൺ കണ്ടിന്യൂസ്ലി ഫോർ എ മന്ത്. ഐ കാൺ സീ എനി ചേഞ്ചസ് ആഫ്റ്റർ യൂസിങ് ദിസ്. All those videos about this product are just for promotion. Guys, don't fall for fake promises.
അപ്പോൾ ഇവർ തരുന്നത് മുഴുവൻ ഫേക്കായിട്ടുള്ള പ്രോമിസാണ്. സോ അതിന് നമ്മൾ വീഴാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം അവർ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. ഉഡായിപ്പാണ്, ആരും വാങ്ങരുത്. അടിപൊളിയാണ്, എല്ലാവരും വേടിക്ക്, എന്നിട്ട് എന്നെ പോലെ തൊലിഞ്ഞ് നടക്ക്. ഈ ഒരുപാട് കമൻസ് വേറെ ഉണ്ട്, നമ്മളത് വായിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിന് സമയം കിട്ടുള്ളൂ. പൈസയും വാങ്ങിയിട്ട് ഇമ്മാതിരി പടച്ചു വിടുന്ന ഓരോ നുണകളിൽ നമ്മൾ വിശ്വസിക്കരുത്. ഇവന്മാർ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. സോ നമ്മളത് മുൻകൂട്ടി കാണാൻ കഴിവുണ്ടാവുക, നമ്മൾ മുൻകൂട്ടി കാണുക, റിവ്യൂ നോക്കിയിട്ട്, ഇപ്പോൾ ജെനുവിനായിട്ടുള്ള റിവ്യൂ നോക്കിയിട്ട് ശേഷം നിങ്ങൾ വാങ്ങിക്കുക. അതായത് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ നമ്മളതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോഴത്തെ എല്ലാ സംഭവങ്ങളും ഒന്നില്ലെങ്കിൽ സയൻസ്, അല്ലെങ്കിൽ നാടൻ, അല്ലെങ്കിൽ പ്രകൃതി എന്നുള്ള ലേബലിലാണ് അടിച്ചിറക്കി കൊണ്ടുവരിക. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.